ഇങ്ങനെ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത്. ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത്. ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, പേടിയില്ലേന്ന് ചോദിച്ചാൽ പേടിയില്ല. അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത്. ഹായ് ഗൈസ്, അനാമിക വിഷ്ണു വിഷയത്തിൽ ഡെയിലി ഇങ്ങനെ പല ആൾക്കാരും പുറത്ത് വന്ന് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവരിപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അവർ ജാമ്യത്തിനുള്ളത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അനാഥാലയം പൂട്ടി, അവിടെ നിന്ന് കുട്ടികളെ മാറ്റി. സന്ധ്യാപിള്ളയെ വന്നു, വീടിൻ്റെ അടുത്തുള്ള വേറൊരു സുറുമി എന്ന് പറയുന്നൊരു വ്ളോഗർ വന്നു. ഇന്നലെ കറൻ്റ് പുതിയൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഒന്നും കേൾക്കാത്ത, അല്ലെ ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുകയാണ്. സുജിത്ത് എന്നാണ് ആളുടെ പേര്. സുജിത്ത് എന്ന് പറയുന്നത് ഈ ഉദയ ഗിരിജയുടെ മരുമോൻ. ഈ സുജിത്തിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് നമുക്ക് ആദ്യം വേഗം ഫാസ്റ്റായിട്ടൊന്ന് വായിച്ചിട്ട് വരാം. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഡാഡി ഗിരിജയല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. സുജിത്ത് ജീവമാത എന്നാ ഇപ്പോൾ അറിയപ്പെടുന്നത്. പണ്ട് ബസ് ഡ്രൈവറും പിന്നീട് തുണിക്കട ഉടമയുമായിരുന്നു. അതിനുശേഷം ബന്ധുവിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ അന്നദാനം നടത്താനായി ചെല്ലുകയും ഡാഡി ഗിരിജയുമായി ബന്ധം സ്ഥാപിക്കുകയും നീണ്ട 2 മാസങ്ങൾക്ക് ശേഷം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയും ശരിക്കും ഡാഡി ഗിരിജ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തത് സുജിത്ത് അവിടുത്തെ സെക്രട്ടറി ആകുകയുമായിരുന്നു. പിന്നീട് സുജിത്ത് സ്വന്തം നാട്ടുകാരുമായി ഒരു ബന്ധവും ഇല്ലാതായിരിക്കുന്നു. ജീവമാതയിലെ അടിമക്കണ്ണായി മാറുകയും ചെയ്തു. ഇതിൽ സത്യമുണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഡൗട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ ശരിയായിരിക്കും. ഒരു ബസ് ഡ്രൈവർ ആയിരിക്കും. അതിന് ശേഷം അയാൾ ഇവിടെ അന്നദാന പരിപാടിയിലോട്ട് വന്നു, പിന്നെ അവിടെ ജോലിക്ക് കയറി. ഒരമ്മയും നിങ്ങൾ പറഞ്ഞ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് വന്ന അനുസരിച്ചിട്ട് ഉദയഗിരിജയുമായിട്ട് അവിഹിതമുണ്ടായിരുന്ന ഒരു പുരുഷനെ സ്വന്തം മോൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് എനിക്കതങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കരുതി വായിക്ക് തോന്നിയത് എന്തും പറയാം എന്നൊരു മെൻറ്റാലിറ്റി ഒന്നുമില്ല. അപ്പം ഇത് വായിച്ചു, ബാക്കി അങ്ങോട്ട് ഞാൻ ഈ കമൻറ്റ് കംപ്ലീറ്റ് വായിക്കാത്തത് എനിക്ക് അതിലൊരു സത്യാവസ്ഥ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ സന്ധ്യാപിള്ളെ വന്നിട്ട് സുജിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പം എല്ലാ കള്ളത്തരങ്ങൾക്കും അല്ലെങ്കിൽ അവിടെ നടന്ന എല്ലാ നീച പ്രവർത്തിക്കും സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയും കൂടെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പെർട്ടിക്കുലർ ലേഡി ഈ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിനെയും ഈ റീസെൻ്റ്ലി ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ പാവമായിട്ടുള്ള. എനിക്ക് അങ്ങനെയാണ് ബേസിക്കലി എനിക്ക് ആളുടെ ഫേസും ആൾ സംസാരിച്ചതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ലേഡി പറഞ്ഞതനുസരിച്ചിട്ട് പുള്ളി ആ രീതിയിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ CCTV ഓഫ് ചെയ്ത് വെക്കും, അവിടെ ഈ രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിയിലോട്ടൊരു ഫോക്കസ് പോയിരുന്നില്ല. മെയിനായിട്ട് ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡിയും ആളുടെ കുറേ റിലേഷൻഷിപ്പ് കാര്യങ്ങളും പുതിയൊരു പേരും കൂടെ വന്നിരിക്കുകയാണ്. ഇത് 2 വരാം. ഒന്നെങ്കിൽ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഫാമിലി ഫുള്ള് തകർക്കാൻ വേണ്ടി റിവെഞ്ച് കൊണ്ട് കളിക്കുന്നതായിരിക്കാം. എന്താ സത്യാവസ്ഥ എന്നുള്ളത് അപ്പുറത്തെ സൈഡിലെ ആൾക്കാരുടെ കയ്യിൽ നിന്നും കൂടെ നമുക്ക് കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത്, ആ നന്മ മരത്തെ അറിയിക്കുന്നത്. സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. ഒരു ബേസിക് വിദ്യാഭ്യാസം പോലും ഇല്ല, ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സുജിത്ത് ഒരു ഡ്രൈവറായിട്ട് വന്നെന്നാണ് അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞത്. എനിക്ക് അറിയില്ല കേട്ടോ, ഡ്രൈവറായിട്ട് വരുമായിരുന്നു. അങ്ങനെ സന്ധ്യാപിള്ള ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കമൻറ്റ് വന്നത്. അതിൽ പറഞ്ഞത് ബസ് ഡ്രൈവറായി നിന്ന് അന്നദാനത്തിന് വന്നു എന്നാണ്. ഇവിടെ പറയുന്നത് ഡ്രൈവറായിട്ട് വന്നു എന്നാണ്. വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്. അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം. അതായത് നിങ്ങളുടെ അമ്മായിയമ്മ
ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ, അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ 2 അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏഴാംകുളത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. വീടല്ല, കട. പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിങ് കെട്ടിയതും ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമായി, വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചതും. ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതലും ഹെൽപ്പ് ചെയ്തത് സുജിത്താണ്. ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ നിറവേറ്റി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ്. സുജിത്ത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിൻ്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ തുടക്കത്തിലും ഒടുക്കത്തിലും എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാരണമാണ്, ചാരിറ്റി ഒരു ബിസിനസ്സായി എടുത്തു നിൽക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുടെ സൈഡിൽ നിന്ന് വരുന്ന ചില പ്രവൃത്തികളാണിത്. ഇപ്പോൾ CCTV ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളറിയില്ല. പക്ഷെ ഫുൾ ടൈം ഓണായിരിക്കുന്ന ഒരു CCTV ഏതൊക്കെ മൊമെൻറ്റിലാണ് ഓഫ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ പല പല റീസൺസ് പറയാൻ പറ്റും. ഞാൻ ഇന്ന് ഇപ്പോൾ ഇതിൽ സത്യാവസ്ഥ നോണ ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ കാണുന്നൊരു കാര്യമാണ്, എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു പുറത്ത് വരും. നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടും ഇത്രയൊക്കെ ഒരു ടോക്ക് ഉണ്ടായിട്ടും ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ കോടതിക്ക് പറ്റിയില്ലല്ലോ. ഞാൻ അങ്ങനെ ശരിക്കും ആലോചിക്കും. ഞാൻ സത്യസന്ധമായി പറയാം, കോടതിനെ കളിയാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുകയൊന്നുമല്ല. ചിലത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇതാണ് തെറ്റെന്ന് മനസ്സിലായിക്കൂടി. ഈ കോടതി എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് നീ ആലോചിക്കല്ലേ. കഴിഞ്ഞ തവണത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, ഞാൻ 100% അവിടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ സപ്പോർട്ട് ഇല്ല എന്നൊന്ന രീതിയിലല്ല പറഞ്ഞത്. എനിക്കിതിലൊരു ഫുൾ ക്ലാരിറ്റി വിശ്വാസം എനിക്ക് ഇല്ല. കാരണം ഇത്രയും ദിവസം പ്രശ്നമില്ലാത്ത ഒരാൾ ഇപ്പോൾ ഇന്നലെ ഒരു ദിവസമായപ്പോഴേക്ക്, ഇന്നലെയാണ് പൊട്ടിമുളച്ച് ഒരു പ്രശ്നക്കാരനായി വന്നിരിക്കുന്നു. അവൻ അമ്മായിയമ്മയായിട്ട് സ്നേഹത്തിലായിരുന്നു, അത് അമ്മായിയമ്മ പിന്നെ അതിനെ പിടിച്ച് മൂക്ക് കെട്ടിച്ചു. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത് CCTV ഓഫ് ചെയ്ത്, ഓക്കെ ഫൈൻ, അതിനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഉദയഗിരി ജയൻ്റെ ഈ മാതിരി കളിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കൂടിയുള്ളതെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചെയ്യാനുള്ള ചാൻസ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ചില സത്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാക്റ്റ് അർത്ഥം എന്താണെന്നുള്ളത് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ യൂട്യൂബർ വിവി ഓൾറെഡി ഇവരെ കോൺടാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നമുക്ക് അതും കൂടെ ലാസ്റ്റ് ഈ വീഡിയോയിൽ ഇടാം. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഇപ്പം എക്സാമ്പിൾ ഷഫീന ബീവി എന്ന് പറയുന്നൊരു ചാനലിനകത്ത് ഒരുപാട് പേരുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, മനസ്സിലായോ? എന്താ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്ന് പറയാം? നിങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി, കുഴപ്പമില്ല, പറഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ നിയമമായിട്ട് തന്നെ പോട്ടെ. കാരണം അങ്ങനെ ഇപ്പൊ നടക്കുന്നത്, ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസിന്റെ രീതിയിൽ തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കുക. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത്. ഇപ്പം ആദ്യമേ സോഷ്യൽ മീഡിയയുമായി പ്രതികരിക്കുന്നില്ല നമ്മള്. അപ്പൊ നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ചേട്ടന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വിവി. അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ തയ്യാറല്ല. കാരണം എല്ലാത്തിനും നിയമപരമായി ഞങ്ങൾ ഫ്രണ്ടോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ ഒരു കേസ് നടക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറമെ വന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതിനൊക്കെ ഒരു തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം മേ ബി ഞങ്ങൾ പുറത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഫൈൻ, റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഒരു കേസ് കാര്യങ്ങളൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. എന്തായാലും അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തെളിയും, ശരിയില്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ സത്യമായി മാറും. പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് നിയമപരമായിട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പൊ അതിൽ മാക്സിമം ഒരു വീഡിയോ ഇടുന്നവരിടട്ടെ. നമുക്ക് അവർ ഇടരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അവരുടെ ചാനലല്ലേ അവരിടട്ടെ. പക്ഷെ നമ്മൾ നിയമപരം ഈ നീതി ന്യായ വ്യവസ്ഥയെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള അല്ലെ കാണുന്നത്, ഈ വിക്ടിം സൈഡിലുള്ള ആൾക്കാർക്ക് നീതി ന്യായ വ്യവസ്ഥ വലിയൊരു പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് കിരണിനൊപ്പം ജാമ്യം കൊടുത്തു വിട്ടത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ കാണാം. ഒരു വീഡിയോ ഇടുന്നവരിടട്ടെ. നമുക്ക് അവർ ഇടരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ,
അവരുടെ ചാനലല്ല അവരെടുത്ത്. പക്ഷെ നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാര് ഈ പറയുന്ന കണക്ക് ഒരുപാട് അന്നദാനങ്ങളാണ് നമ്മൾ നഷ്ടപ്പെട്ടത്. അത് തന്നെ അതൊരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് തീർക്കണം. അല്ല നമ്മൾ ഇത്രയും പേർ ഇവരുടെ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ് അവർക്ക് കുറേ അന്നദാനം കൊടുത്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ ഇതൊക്കെ നിർത്തലാക്കി. ഓഫ് കോഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫേം കള്ളത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇതിൽ കൺവേ ചെയ്യുന്നൊരു കാര്യം, സന്ധ്യ പിള്ളൈ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വ്യക്തിപരമായി ഇവരോട് പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായി തീർത്താൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇനി വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം തീർക്കാനാണെങ്കിൽ അവർക്ക് അന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് തീർക്കായിരുന്നു. ഇത് ഈ വിഷയം കൊണ്ടുവന്നത് ഒരിക്കലും സന്ധ്യ പിള്ളൈ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, വേറൊരു യൂട്യൂബറാണ് ഇങ്ങനെ ഒരു ഡൗട്ട് ഇറക്കിയത്. ഓട്ടോമാറ്റിക്കലി കുറേ ആൾക്കാർ അതിനെ പറ്റി എടുത്ത് സംസാരിച്ചു. ഞാനും സംസാരിച്ചു. ഞാൻ അനാമിക, ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡിലായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്ത് വന്ന് പറഞ്ഞത് അവിടെ താമസിച്ചവരും അവിടെ വർക്ക് ചെയ്തവരും നിങ്ങളുടെ നൈബേഴ്സും ഒക്കെയാണ്. സന്ധ്യ പിള്ളൈ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിനെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നം മുട്ടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ല, അതിൽ ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ വോയിസും പുള്ളിക്കാരത്തി ഇപ്പൊ 2-3 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ അന്തേവാസികളുടെ ഒക്കെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ 2022 നടന്ന സംഭവമാണത്. അത് അന്വേഷിച്ച് റിപ്പോർട്ടെല്ലാം പോയതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അമ്മ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ കണ്ടുബോധ്യപ്പെടാം. നമുക്ക് അത്രേ പറയാനുള്ളൂ. സ്ഥാപനത്തിൽ വന്നാൽ നമുക്ക് കണ്ടുബോധ്യപ്പെടാം. അതായത് നമുക്കിപ്പോ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി പറയാനോ പറ്റത്തില്ല. നമുക്കിപ്പോ നിങ്ങൾ സ്ഥാപനത്തിലോട്ട് വന്നാൽ നമുക്ക് കണ്ടുബോധ്യപ്പെടാം. അമ്മ തന്നെ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, അത്രേ പറയുന്നുണ്ട്. കാരണം നമുക്കിപ്പോ അല്ലാതെ ഇപ്പൊ ഇത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത സ്ഥിതിക്ക് അത് അന്വേഷിക്കാതെ പോവും. അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തത്തില്ലല്ലോ. ഇപ്പോഴത്തെ അറിയാമല്ലോ, ഇപ്പോഴത്തെ സാമൂഹ്യ നീതി വകുപ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ്. അപ്പൊ നമ്മള് എല്ലാവരും അവനവൻ്റെ സൈഡ് ന്യായീകരിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇതിനൊരു യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് എന്നെങ്കിലും ഒരു ദിവസം പുറത്ത് വരും. ആൻഡ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ 100% പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ സ്ഥാപനം മുമ്പോട്ട് റൺ ചെയ്യുന്നതെങ്കിൽ ഇത്ര കോൺട്രവേഴ്സീസ് ഒരിക്കലും പുറത്തോട്ട് വരില്ല. എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ സൈഡിലുണ്ട്, അതൊന്ന് അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അല്ലാണ്ട് വെറുതെ വെള്ളപൂശല്ലേ. ഇത്ര ആലോചിച്ചാൽ മതി. 7ാം മാസത്തിലൊരു പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്നു. 2 മാസം മുമ്പ് അവൾ ഇവിടുന്ന് പ്രഗ്നൻ്റായി. അതിനുള്ളൊരു സാഹചര്യം ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു അനാഥാലയമാണോ അത്? ഇത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അനാഥാലയത്തിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.